Okay, so this വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയ ഫോൺസിന്റെ അതായത് നമ്മൾ എല്ലാവരും വളരെ കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫോണുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പ് 3 ൽ എന്തായാലും ഈ ഒരു ഫോൺ കാണും. ആ ഫോണാണ് OnePlusന്റെ OnePlus Nord. ആദ്യം OnePlus 8 Lite ആയിരുന്നു, പിന്നെ OnePlus Z ആയി. പക്ഷേ ഇപ്പം ഒഫീഷ്യലി OnePlus കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരാണ് OnePlus Nord. Reno 4ന്റെ 5G വെർഷനിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് OnePlus Nord എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ റൂമേഴ്സിന് OnePlus എന്നേക്കുമായി വിരാമം ഇട്ടു. കാരണം OnePlus പറഞ്ഞത് അവർ ഇൻഡിജീനിയസ്ലി, അതിൻ്റെ അർത്ഥമാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഫ്രം സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫോൺ സീരീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോണാണ് OnePlus Nord. അതായത് OnePlus Nord ഒരു കംപ്ലീറ്റ്ലി ന്യൂ കോൺസെപ്റ്റ് ആണ്. സോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്, ഈ ഫോണിൻ്റെ ചില കൺഫേംഡ് ആയ സ്പെസിഫിക്കേഷൻസും പിന്നെ ചില ലേറ്റസ്റ്റ് റൂമേഴ്സ് ഒക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ചാനലിൻ്റെ 100ാമത്തെ, അതായത് 100th എപ്പിസോഡാണ്. സോ ഇതുവരെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ 100 വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ആ വീഡിയോസ് കണ്ട് ഒരുപാട് പ്രോത്സാഹനം, ഒരുപാട് എൻകറേജ്മെൻറ്റ് തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് എല്ലാം ഒരു എൻകറേജ്മെൻ്റ് ആണ്. സോ ഈ ഒരു എൻകറേജ്മെൻറ്റ്, ഈ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങൾ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് 100K സബ്സ്ക്രൈബേഴ്സ്, സോ ഇപ്പം റോഡ് ടു 100K എന്നൊരു ഫേസിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. എന്തായാലും ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആയിരിക്കും. സോ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ് OnePlus Nordൽ വരാൻ പോകുന്നത്. സോ ഒരു പ്രീമിയം ലുക്ക് ഫീലും എന്തായാലും കാണും. അതിനോടൊപ്പം തന്നെ ഇതിൽ വരാൻ പോകുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ്. പിന്നെ OnePlusൻ്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് സീരീസായ OnePlus 8 സീരീസിൽ നമ്മളെല്ലാവരും കണ്ട ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ടല്ലോ, ആ ഒരു അലേർട്ട് സ്ലൈഡർ നിങ്ങൾക്ക് OnePlus Nordലും കിട്ടും. അതിനോടൊപ്പം തന്നെ OnePlus 8 സീരീസിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലായിരുന്നല്ലോ. സോ ഇതിലും നിങ്ങൾക്ക് മിക്കവാറും ഹെഡ്ഫോൺ ജാക്ക് കിട്ടില്ല. കാരണം ഇപ്പം OnePlus ഉൾപ്പെടെയുള്ള മിക്ക എല്ലാ ഫോൺ ബ്രാൻഡുകൾ അവരുടെ സൈഡിൽ നിന്ന് ഈ ട്രൂലി വയർലെസ് ഇയർഫോൺസ് TWS ഒക്കെ TWSൻ്റെ ഒരു ചാകരയാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നത്. പല രീതിയിലുള്ള TWS ഇയർഫോൺസ് വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് വിറ്റ് പോകണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിക്ക എല്ലാ ഫോൺ കമ്പനികളും ഈവൻ മിഡ് റേഞ്ചിൽ, ഇപ്പോൾ നമ്മൾ Realme X3 കണ്ടിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലും ഇപ്പം നമുക്ക് ഹെഡ്ഫോൺ ജാക്സ് കിട്ടുന്നില്ല. നെക്സ്റ്റ് ഡിസ്പ്ലേ കാറ്റഗറി നോക്കാം. റൂമേഴ്സ് അനുസരിച്ച് 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഒരു കൺഫേംഡ് എന്തായാലും നമുക്കറിയാം 90 Hz ഡിസ്പ്ലേ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. 20:9 ആയിരിക്കും ആസ്പെക്ട് റേഷ്യോ. അതിനോടൊപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടാവും. OnePlus Nordൻ്റെ ഒരു ഒഫീഷ്യൽ ലീക്ഡ് ഇമേജ് പുറത്ത് വന്നിട്ടുണ്ട്. സോ അതനുസരിച്ച് അതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlus 8 സീരീസിൽ ഉണ്ടായിരുന്ന ഒരു കർവ് ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതുപോലത്തെ കർവ്ഡ് ഡിസ്പ്ലേ അല്ല, നോർമൽ ഡിസ്പ്ലേ ആണ്. സോ ബെസൽസ് ഒക്കെ ഉണ്ട്, തിൻ ബെസൽസ് ആണ്, പക്ഷേ ബെസൽസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാവരും വിചാരിച്ചത് സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും എന്നാണ്. പക്ഷേ ഈ ഒരു ലീക്ഡ് ഇമേജ് വിശ്വസിക്കാമെങ്കിൽ സിംഗിൾ പഞ്ച് ഹോൾ അല്ല, ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. നെക്സ്റ്റ് നമുക്ക് OnePlus Nordൻ്റെ പെർഫോമൻസ് കാറ്റഗറി നോക്കാം. സോ ഈ ഒരു കാറ്റഗറിയിൽ ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് വന്നിരുന്നു. ഫസ്റ്റ് വന്ന റൂമർ ആയിരുന്നു MediaTekൻ്റെ Dimensity 1000 ചിപ്സെറ്റ് ആയിരിക്കും, അതും ഒരു 5G ചിപ്സെറ്റ് ആണ്. പക്ഷേ ഇപ്പം ഈയിടെയാണ് OnePlusഉം ക്വാൾകോമും ഓൾറെഡി കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരാൻ പോകുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G ചിപ്സെറ്റ് ആണ്. സോ മിഡ് റേഞ്ച് ഫോൺ മാർക്കറ്റിൽ ഏറ്റവും പവർഫുൾ ആയ ചിപ്സെറ്റ് അല്ല 765G, ഇതിൻ്റെ മേളിൽ 768G ഉണ്ട്. പിന്നെ അതിനേക്കാളും പവർഫുൾ എല്ലാവരും പറയുന്നത് MediaTekൻ്റെ 820 ആണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റ് അല്ല, എന്നാലും നമ്മുടെ 700 സീരീസിലെ ഒരു പവർഫുള്ളായ ചിപ്സെറ്റ് തന്നെയാണ് 765G. OnePlus Nordൻ്റെ RAM സ്റ്റോറേജ് വേരിയൻസിനെ കുറിച്ച് സംസാരിച്ചാൽ ഇപ്പം ഒരു റൂമർ വന്നിരുന്നു, ഈ ഒരു മിഡ് റേഞ്ച് സെക്ഷൻ ആണെങ്കിലും ഒരു 12 GB ഒരു മോഡൽ എന്തായാലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ 6GB, 8GB, 12GB, പിന്നെ എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 256 അല്ലെങ്കിൽ 512GB സ്റ്റോറേജും ഉണ്ടാവും. ഒബ്വിയസ്ലി ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ആയിരിക്കും. പിന്നെ അതിൻ്റെ മേളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓക്സിജൻ OSും കാണും. നെക്സ്റ്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പറഞ്ഞത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, പിന്നെ റൂമേഴ്സ് ഒക്കെ വന്നു, ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണെന്ന്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് എന്തായാലും ഫോൺ റിലീസ് ആകാൻ പോവുകയല്ലോ, ലോഞ്ച് ആകാൻ പോവുകയല്ലോ. സോ അതിന് മുന്നേ ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തായാലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, ക്വാഡ് ക്യാമറ സെറ്റപ്പ് അല്ല. സോ പ്രൈമറി സെൻസർ 64 അല്ലെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാവൈഡ് എന്തായാലും കാണും.
മൂന്നാമത്തെ ക്യാമറ ഒന്നെങ്കിൽ മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ ആയിരിക്കും. ഒന്നെങ്കിൽ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ അല്ലെങ്കിൽ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. സെൽഫി ക്യാമറയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് ആണ്. സോ മെയിൻലി 32 മെഗാ പിക്സലിൻ്റെ മെയിൻ വൈഡ് സെൽഫി ക്യാമറ, അതിൻ്റെ കൂടെ 8 മെഗാ പിക്സലിൻ്റെ നമ്മൾ റിയൽമി 6 പ്രോയിൽ കണ്ട 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഉണ്ടല്ലോ. സോ ആ സെയിം 8 മെഗാ പിക്സൽ, ആ സെയിം സെൻസർ ആണോ എന്നറിയില്ല, പക്ഷേ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൽഫി ക്യാമറയും കാണും. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 4000 അല്ലെങ്കിൽ 4300 mAh ബാറ്ററി കാണും. അതിനോടൊപ്പം തന്നെ എന്തായാലും നമ്മൾ OnePlus 8 സീരീസിൽ കണ്ട എക്സാക്ട്ലി അതേ ചാർജ് നിങ്ങൾക്ക് ഇതിലും കിട്ടും, അതായത് 30 വാട്ടിൻ്റെ വാർപ്പ് ചാർജർ. ഇനിയാണ് എക്സ്പെക്റ്റഡ് പ്രൈസ്. സോ വൺപ്ലസിൻ്റെ ഹെഡായ പീറ്റ് ലവ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, എന്തായാലും OnePlus നോഡിൻ്റെ പ്രൈസ് $500 താഴെയായിരിക്കും. സോ $500 റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 37,500, 37,500 രൂപയാണ് വരുന്നത്. പക്ഷേ അതും ഇന്ത്യൻ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം OnePlus 8 സീരീസിൻ്റെ, അത് 8 ആയാലും 8 Pro ആയാലും അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രൈസും ഇന്ത്യൻ പ്രൈസും തമ്മിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം OnePlusന് അറിയാം ആ ഒരു പ്രൈസിൽ ഇന്ത്യയിൽ ഇറക്കിയാൽ എന്തായാലും അത്രയും സെയിൽ നടക്കാൻ പോകുന്നില്ല. സോ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും 37,500 ആയിരിക്കില്ല, 25-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും OnePlus നോഡിൻ്റെ. 25-ൻ്റെ താഴെ വന്നാൽ പിന്നെ അതൊരു കോളിളക്കം സൃഷ്ടിക്കും എന്തായാലും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം GST ഒക്കെ കൂടിയില്ല. സോ എനിക്ക് തോന്നുന്നത് എന്തായാലും 25,000 to 30,000 ആ റേഞ്ചിൽ വരാനുള്ള നല്ല സാധ്യതയുണ്ട് OnePlus നോഡ്. എക്സ്പെക്റ്റഡ് റിലീസ് ഡേറ്റ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല. എല്ലാവരും പറയുന്നത് റൂമേഴ്സൊക്കെ അനുസരിച്ച് ജൂലൈ 10 ആണ് ഇതിൻ്റെ റിലീസ് ഡേറ്റ്. പക്ഷേ OnePlusൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇപ്പം ആമസോണിൽ പ്രീ ഓർഡേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ നോട്ടിഫൈ മീ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. സോ നോട്ടിഫൈ മീ എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയാൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, OnePlus നോഡ് അവൈലബിൾ ആയ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി ക്ലിക്ക് ചെയ്ത് പ്രീ ഓർഡറൊക്കെ ചെയ്യാം. പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ OnePlus ഈ നോഡിൻ്റെ കൂടെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ എന്ത് പ്രോഡക്ട്സ് കിട്ടും. എനിക്ക് തോന്നുന്നു വയർലെസ് ബഡ്സ് ഒക്കെ കിട്ടുമായിരിക്കും. സോ ഇതൊക്കെയാണ് OnePlus നോഡിൻ്റെ ഇതുവരെയുള്ള കൺഫേംഡ് സ്പെസിഫിക്കേഷൻസും പിന്നെ ലീക്സ് ഒക്കെ. സോ നമുക്ക് എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ വരാൻ പോകുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ലോഞ്ച് എന്തായാലും കാണും. OnePlus നോഡിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് യൂറോപ്പിലും ഇന്ത്യയിലുമാണ്, അങ്ങനെയാണ് പീറ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.